ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലത്തി യാതൊന്നായ ഹാല്. ബിഹ ആ ഹാലുകളെ കൊണ്ട് മാത്രം യുതാബിഖുൽ ലഫ്ളു ലഫ്ള് അനുയോജ്യമാകും മുഖ്തല്ലൽ ഹാലി ഹാലിൻ്റെ തേട്ടത്തോട്. ഹാലെന്തിനെ തേടുന്നുവോ അതിനോട് ഏതൊരു ഹവാലുകളെ സൂക്ഷിച്ചാൽ മാത്രമാണോ ലഫ്ള് യോജിക്കുകയെങ്കിൽ അതിനാണ് എന്ത് പറയാ. അതുകൊണ്ടുള്ള ഇൽമിനാണ് ഇൽമുൽ മാനീന്ന് പറയാം. ഇനി നോക്കുക, അൽ ഹാലു എന്നൊക്കെ പറയണം. എന്താണ് ഹാലു വേണം, ഇവിടെയുള്ള മുഖത്ത എന്താ നോക്കണം, അതിനുള്ള മുത്താബക്കത്ത് എങ്ങനെയാ നോക്കണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാന്ദർഭികമായി സംസാരിക്കുക. ഇനി വായിച്ചു നോക്കുക. ഹാല് പറഞ്ഞാൽ ഹുവൽ അമ്രു ഒരു കാര്യമാണ്, അതായി പ്രേരിപ്പിക്കുന്ന ഇലാ ഈറാദിൽ കലാമില വഹ്ജി മഖ്സൂസിൻ പ്രത്യേകമായ ഒരു വജീഹിൻ്റെ മേലിൽ സംസാരത്തെ കൊണ്ടുവരലിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തിനാണെന്ത് പറയാം ഹാല്. ഹാല് ആരാ ഓനിപ്പോൾ അവിടെ ഉണ്ടാക്കേണ്ട സന്ദർഭമാണ്. ഓനിപ്പോൾ ഒന്ന് മുഖം ചോപ്പിക്കേണ്ട നേരമാണ്, അറിയില്ലേ. ആ പ്രേരിപ്പിക്കുന്ന ആ കാര്യത്തിനാണ് ഹാല് അറിയാം. ഹുവൽ എഅ്തിബാറുൽ മുനാസിബുലിൽ മക്കാം. അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ വജൂ മഖ്സൂസ് ഉണ്ടല്ലോ, അത് ഒരു മക്കാമിന് അനുയോജ്യമായ എഅ്തിബാറിനാണ് വജൂ മഖ്സൂസ് അറിയാം. ആ രീതിയിൽ കൊണ്ടുവരണം എന്ന് പ്രേരിപ്പിക്കുന്ന കാര്യത്തിന് ഹാല് എന്നും പറയും. അപ്പോൾ ദാലിക്കൽ എഅ്തിബാറുൽ മുനാസിബു, ആ എഅ്തിബാറുൽ മുനാസിബ് തന്നെയാണ് മുഖ്തല്ലാഹു ഹാലിൻ്റെ തേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഹാലും ഹാലിൻ്റെ തേട്ടും തമ്മിൽ ചെറിയ മാറ്റമുള്ളൂ. ഹാല് പറഞ്ഞാൽ ആ പ്രേരിപ്പിച്ച കാര്യം, ആ വജൂ മഖ്സൂസാണ് മുഖ്തള. പിന്നെ തേക്കീത് ചെയ്യടോ എന്ന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം മുഖാത്തബിനകൽ നിന്നുണ്ടായാൽ ആ മുഖാത്തബന് ഉണ്ടായതിന് നമ്മളെന്ത് അറിയും, ഹാല് അറിയും. ഇവൻ ചെയ്യേണ്ട ഒരു പണി ഉണ്ടല്ലോ ഇൻകാർ, അതിനെന്ത് അറിയും, മുഖ്തള. ഇപ്പോൾ തത്ബീഖുൽ ലഫ്ളി അലൽ മുഖ്തള, ആ മുഖ്തളക്ക് ഒപ്പിച്ച് ഇവൻ്റെ നാവിനെ ഇവിടെ റെഡിയാക്കി കാണാൻ സംസാരിക്കുകയും ചെയ്ത് കാണാൻ സംസാരത്തെ ഒപ്പിക്കുകയാണെങ്കിൽ അതിന് ഈറാദുഹു മുസ്തമിലൻ, അതാണ് അത് തത്ബീഖ് ഉണ്ടല്ലോ, അത് ഈറാദുഹു മുസ്തമിലൻ അലൈഹി, അതിൻ്റെ മേലിൽ മുസ്തമിലായി കൊണ്ടുവരിക, ലഫ്ളിനെ കൊണ്ടുവരിക. ഔ ഹംല് കലാമിൽ ഗൈരി അലൈഹി, അല്ലെങ്കിൽ ഗൈറിൻ്റെ കലാം അതിന് മേലെ ഹംല് ചെയ്യുക. ഇമാമിങ്ങൾ പറയുന്നുണ്ടല്ലോ അവിടെ അല്ലാഹു ഇന്നല്ലദീന കഫറു എന്ന് പറയാൻ കാരണം അവിടെ അങ്ങനെയായിരുന്നോ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെക്ക് ചെയ്യാനുള്ള കാരണം എങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ മറ്റൊരാളുടെ കലാമിനെ ഇത്തരം സംഗതിൻ്റെ മേൽ ഹംല് ചെയ്യലും ഉണ്ട്, അവനാൻ പറയുമ്പോൾ കരുതി പറയലും ഉണ്ട്. പിന്നെ മിനൽ ഇത്യാനി, എന്തിനാൽ കൊണ്ടുവരലിനാൽ ബി കുല്ലിമിന തഖ്ദീമി വ തഅഖീരി വ ദിക്രി വൽ ഹദ്ഫി വ തഅരീഫി വ തൻകീരി വ ഗൈരിഹ, മുന്തിക്കുക, ബിന്ദിക്കുക, കളയുക, പറയുക, മാരിഫിയാക്കുക, നെക്റാക്കുക അല്ലാത്തതുമായതിൽപ്പെട്ട എല്ലാത്തിനെയും കൊണ്ടുവരൽ കൊണ്ട് ഫി മക്കാമിഹി, അതാതിൻ്റെ സന്ദർഭത്തിൽ കൊണ്ടുവരലുണ്ട്. മുന്തിക്കേണ്ടടുത്ത് മുന്തിക്കലുണ്ട്, ബിന്ദിക്കേണ്ടടുത്ത് ബിന്ദിക്കലുകൊണ്ട്, കളയേണ്ടടുത്ത് കളയലുകൊണ്ട്, പറയേണ്ടടുത്ത് പറയലുകൊണ്ട്. എങ്ങനെയുള്ള മക്കാമ് അൽ മുനാസിബി അനുയോജ്യമായ ലഹു, ആ ഓരോന്നിനോടും ആ കുല്ല് കുറയ്ക്കാൻ മതി ഹു എന്നുള്ളത്. വഹിയൽ അഹ്വാലുൽ മദ്കൂറത്തു, അതാണ് മേൽ പറയപ്പെട്ട ഹാലുകൾ. ഇനി ഒരു ഉദാഹരണ സഹിതം പറയാൻ പോകുമ്പോൾ ഇനി ഒരു ഉദാഹരണം കേട്ടോളി. ഇപ്പൊ ഇൻകാറുൽ മുഹാത്തബി, മുഹാത്തബിൻ്റെ ആ നിഷേധ മനസ്ഥിതി അല്ലെങ്കിൽ ഓല പരിപാടി മസലൻ, അത് ഹാലുൻ, അതിന് ഹാലാണ്. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ മുഹാത്തബ് എതിർക്കുകയാണെങ്കിൽ ആ എതിർപ്പൊരു ഹാലാണ്. യക്തളി അത് തേടുന്നുണ്ട്, തൈക്കീത തേടുന്നുണ്ട്. അപ്പോൾ തൈക്കീതാണ് ഇപ്പം എന്ത്, മുഖ്തള. ഇനി അതിനനുസരിച്ച് നമ്മൾ കലാമിനെ കൊണ്ടുവരണം. ഇതാ ഉത്തിയ ബിൽ കലാമി മക്കാമിൽ ഇൻകാരി മുഅക്കദൻ, അപ്പോൾ ഇൻകാർ മക്കാമിൽ കലാമിൽ കൊണ്ടുവരപ്പെട്ടു ദൈക്കീതപ്പെട്ട നിലയിൽ. ഔ ഹുമിലൽ കലാമുൽ മുഅക്കദു മിൻ ഗൈരി, ഗൈറിൻ്റെ വക്കൽ നിന്നുള്ള മുഅക്കദ കലാമിന് ഹംല് ചെയ്യപ്പെട്ടാൽ അല റദ്ദിൽ ഇൻകാരി, അതങ്ങനെ മൂപ്പർ അങ്ങനെ പറയാൻ കാരണം ഇൻകാറിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഹംലൊക്കെ ചെയ്യപ്പെട്ടാൽ ഫഖദ് താബക്കൽ കലാമു, ആ കലാമു ഒത്തു എന്ന് പറയും. മുഖ്തദൽ ഹാൽ, മുഖ്തലിനോട് ഒത്തു എന്ന് പറയും. അപ്പോൾ മൂന്നെണ്ണമാണ് ഹാലും മുഖ്തലയും ഒപ്പിച്ചലും. ഹാല് പറഞ്ഞാൽ ആ ഇൻകാർ, അതിന് മുഖ്തല തേക്കീത്, ആ രീതിയിൽ സംസാരം കൊണ്ടലിന് മുതാബക്ക. ഒബിദാലിക്ക, ഈ പറഞ്ഞ അല്ലത്തി ബിഹാ യുത്താബിലുള്ള ഹാലി എന്ന് പറയുന്നത് കൊണ്ട് ഖാറജ സായിറുല്ലൂമിൽ അറബിയ, മറ്റെല്ലാ അറബി കലാം പുറത്തു പോയി. സർഫും പോയി, നഹവും പോയി, ബയാന് പോയി, ബദിയ പോയി, ഇനി എന്തെല്ലാം മന്തിക്കോ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞോ അതൊക്കെ ഇതുകൊണ്ട് പുറത്തു പോയി. അല്ലത്തി ബിഹാ യുത്താബിലുള്ള ഹാലി എന്ന് പറഞ്ഞോടി പുറത്തു പോയി. പിന്നെ
ഒബികൗലിഹി ബിഹ, ഈ ബിഹനെ മുന്തിച്ചവരെ അല്ലത്തി ബിഹ യുതാബിക്കു ബിഹ എന്നല്ല പറഞ്ഞത്, ബിഹ യുതാബിക്കു, യുതാബിക്കിന് മുമ്പ് അതിനെ പറഞ്ഞ ബിഹനെ മുന്തിച്ചന്, അതാ പറഞ്ഞ ഐ ലാബി വൈരിഹ എന്നാണോ. ആ ബിഹക്ക് ലാബി വൈരിഹ എന്ന് മാന കിട്ടാൻ കാരണം ബിഹനെ മുന്തിച്ചോണ്ടാണ്. അതുകൊണ്ട് മാത്രം നീ മാത്രം മാന ഇവിടുന്ന് കിട്ടിയത്, മുന്തിച്ചാ കിട്ടും. ഈ ആക്കനാബുദു അള്ളാഹു എനിക്ക് മാത്രമാണ് വേർതിരിക്കുന്നതല്ലേ, എന്തുകൊണ്ട് കിട്ടി, മുന്തിച്ചപ്പോൾ കിട്ടി. ആ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബിഹ എന്ന് പറഞ്ഞത് കൊണ്ട് ഹറജൽ ബയാനു വൽ ബദീ, ഇൽമുൽ ബയാനും ഇൽ ബദിയും പുറപ്പെട്ടു. ഇത് കാണുക യതബ്റു ഫീഹിമ ഉമൂറുൻ സായിദത്തുൻ, അതിൽ എക്സ്ട്രാ കാര്യങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ട് അവിടെ ഇൽമുൽ ബയാനിലും ബദിയിലും. വിവിധ തരീക്കിലൂടെ ഒറ്റ ആശയത്തെ കൊണ്ടുവരുന്ന ബയാൻ ചെയ്യേണ്ട അവിടെ ഇൽമുൽ ബയാനിൽ. പെരപ്പണിക്ക് കഴിഞ്ഞതിന് ശേഷം മൊഞ്ചാക്കണ ചർച്ചയാണ് അവിടെ ഉള്ളത് ഇൽമുൽ ബദിയിലുള്ളത്. ഇപ്പം അതൊക്കെ ഇതിന് പുറത്തുള്ള സംഗതികളാണ്. അപ്പോൾ അതൊക്കെ പുറത്ത് ചെയ്തുകൊണ്ട് പുറത്തുപോയി, ബിഹ കൊണ്ട് പുറത്തുപോയി. കാരണം ബി വൈരിഹ എന്ന് മനസ്സിൽ ബിഹ എന്ന മുന്തി ഇതുകൊണ്ട് മാത്രമേ മുതൽ യോജിക്കുള്ളൂ. ഇൽമുൽ ബയാനിലും ബദിയിലും സൂക്ഷിച്ചില്ലെങ്കിലും മുക്തലിനോട് യോജിക്കുമല്ലോ. ഇനി മൗലൂ എന്താണെന്ന് പറയണം, മൗലൂ എന്നാൽ എന്തെന്നും പറയണം. രണ്ട് കാര്യം നടത്തണം. ഇൽമുൽ മആനിന്റെ മൗലൂ ചർച്ചാ വിഷയം എന്ത് എന്ന് മൊത്തത്തിൽ പറയും. അതിൻ്റെ മുമ്പ് ഈ മൗലൂ എന്നാൽ എന്താണ് എന്ന് പറയണം. അത് നോക്കാം. ഈ മൗലൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയാള്, അത് ഏതാണെന്ന് വേക്കിൽ വരും കേട്ടോ. അതാ അൽക്കലാമു സാദിറു വേക്കിൽ വരുന്നുണ്ട് മൊത്തത്തില്. അതിന് മുമ്പ് കാര്യം പറ, ഈ മൗലൂ എന്ന് പറഞ്ഞാൽ ഒന്നാണ് യുബ്ഹദു ഫീഹി, ഇൽമിൽ ബഹസ് ചെയ്യപ്പെടും. അന്നവാരിഹി, ആ ഒന്നിൻ്റെ ഈ ഹിയാണ് മൗസൂരി കിടക്കേണ്ടത്. ആ ഒന്നിക്ക് ആയിരുന്നാവുന്ന കാര്യത്തിനെ കുറിച്ച് അത് ദാത്യായിരുന്നതുകൊണ്ട് ഹാരിജ ആയിരുന്നതുകൊണ്ട് പിന്നെ അല്ലത്തി യാതൊന്നായ അവാരിദുകൾ യർജിഉൽ ബഹസു ഫീഹി, ഈ ഇൽമിലെ ബഹസൊക്കെ മടങ്ങൽ ഇലൈഹ, ആ അവാരിദിലേക്കാണ്. ഇപ്പോൾ നഹ്വിലൊക്കെ ആകുമ്പം അതിൻ്റെ ഫായിലിന് റഫ് ആണ്, മഫ്ഊൽ നസ്ബാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവിടുത്തെ ഫായിലും അവിടുത്തെ മഫ്ഊലൊക്കെയാണ് അവിടുത്തെ മൗലൂകൾ. കാരണം അതിൻ്റെ ചർച്ചയ്ക്ക് അവിടേക്കാണ് മടങ്ങുന്നത്. എന്ന മാതിരി ഈ ഇൽമുൽ മആനി എന്ന് പറയുന്ന ഇൽമിനിക്ക് മൗലൂ ഉണ്ടാവും. അപ്പോൾ അതിൽ എന്തിൻ്റെ അവായുള്ള ചർച്ച നടത്തൽ നോക്കാം നമുക്ക്. അത് കലാമാ ചർച്ച, അല്ലാതെ എയ്ത്തല്ല. അതിനെന്താണ് കലാം. ഏത് കലാം? അസ്വാദിറു ഉണ്ടാവുന്ന, അമ്മൻ ഒരാളിൽ നിന്ന്, ലഹു അവനിക്കുണ്ട്, മലക്കത്തു താബീരി ഇബാർത്തിടാനുള്ളതായ നല്ല കഴിവുണ്ട്, ബി കലാമിൻ ബലീഗിൻ, ബലീഗായ കലാം. ബലീഗിൻ്റെ മാനഞ്ഞ് വേറെ പഠിച്ചാൽ കേട്ടോ. കലാം ബലീഗാൽ എപ്പോഴാണെന്ന് പറഞ്ഞാൽ മുത്തലിനോട് ഫസീഹ കലാം യോജിക്കുമ്പോഴാണ് കലാമും ബലീഗാൽ എന്ന് വേറെ ചർച്ച നമ്മൾ നടത്തണം. മുഖ്തസറിന് മുഖദ്ദിമയിൽ വരും. ഏതായാലും ശരി, ബലീഗായ കലാം കൊണ്ട് ഇബാറത്തിനാനുള്ള മലക്കുള്ള വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന കലാം എന്നാണ് അതിൻ്റെ ബഹസ്. ഈ ഇൽമുൽ മആനിയിലുള്ളതായിരിക്കുന്ന മൗലൂ ചർച്ചാ വിഷയം. ഇനി മലക്ക എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയണം. അത് കുറച്ച് പണിയാണ്. അൽ മലക്കത്തു, മലക്ക എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ, അത് പറയപ്പെടുന്നതാണ് അനിൻ കൈഫിയത്തിൻ നഫ്സാനിയത്തി, ഒരു മാനസിക കഴിവ് എന്നർത്ഥം. മാനസികമായ കൈഫിയത്ത്. റാസിഖത്തി, ഉറച്ചതാവണം. താൽക്കാലികമല്ല, ഉറച്ച കഴിവാണ്. അപ്പോഴെന്താ ഉള്ളൂ, മലക്കാറേ. ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, അപ്പം പറഞ്ഞു കൊടുക്കാൻ കിട്ടി, 10 മിനിറ്റോട് കൽപ്പുന്നതാണ് പോയി ചെയ്താൽ അതിന് മലക്കറിയില്ല. മുസ്തഖിറാവണം. പിന്നെ ഫതക്കൂനു മിൻ മഖൂലത്തിൽ കൈഫി. അപ്പോൾ ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കൈഫ്, ഇൻഫിയാൽ എന്നൊക്കെ പറയില്ലേ, ആ കൈഫിൻ്റെ മഖൂലിൽ അത് എന്നിട്ട് പറയപ്പെടുന്നു അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട സംഗതിയാണ് മലക്കാറ സാധനം. ഇൻഷാ അല്ലാഹ് നമുക്ക് മുഖ്തസർ വിശദമായിട്ട് പറയാം. വഹിയ, അത് ഹൈഅത്തുൻ ഖാറത്തുൻ, ഉറച്ച ഒരു ഹൈഅത്താണ്. ലാ തഖ്തദിൽ ഖിസ്മത്ത, വിഹിരിക്കലിനെ തേടാത്ത. അതതൊക്കെയാണെങ്കിൽ വിഹിരിക്കലിനെ തേടും. വൻ നിസ്ബത്ത, നിസ്ബനും തേടൂല. ഉബൂവത്ത് ഉഹൂവത്ത് പോലത്തൊക്കെ നിസ്ബനെ തേടും. വാപ്പയാണെങ്കിൽ മകൻ വേണം, മകനാണെങ്കിൽ വാപ്പ വേണം. അത് നിസ്ബനെയോ ഖിസ്ബത്തിനെയോ തേടാത്ത ഹയ്യത്തും കാറത്താണ്. പിന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലക്കയാണ് ഇവിടെ ചർച്ച. ഒരാൾക്ക് എന്ത് വേണം? ബലിഗായ കലാം ഇടാനുള്ളതായ മാനസിക കഴിവ് വേണം. എന്തുണ്ടായാൽ പോരാ, തൊള്ളടാൻ വെച്ചാൽ പോരാ. തൊള്ളടൽ വേറെ, അത് പറയേണ്ടത് എങ്ങനെയെന്ന് സാന്ദർഭികമായി അനുയോജ്യമായി സംസാരിക്കാനുള്ളതായ കഴിവ് വേറെ, ഊക്ക് വേറെ, നേക്ക് വേറെ.
ആ നേക്കുണ്ടാകുക എന്നാണ് പറഞ്ഞത്. വഫീ കൗലിഹി മലക്കത്തു താബീരി, മുസന്നിഫത്തിന് ഈ മലക്കാന്ന് കൂട്ടിയത് ആ താബീർ മാത്രം പോരേനോ? അത് കലാമു സാദിറു അമ്മൻ ലഹു താബീർ എന്ന് പറഞ്ഞാൽ പോരേനോ? ഈ മലക്ക കൂട്ടി എന്തിനാ അറിയുന്നത്? അത് ഈദാനിന് അറിയിക്കലാണ്. ബിഅന്ന സുദൂറൽ കലാമിൽ ബലീഗി, ബലീഗായ കലാം ഉണ്ടാകല് അമ്മൻ ഒരു ഒത്തൻ്റെ ഒക്കൽ നിന്ന് ലൈസ ലഹു മലക്ക, മലക്കല്ലാത്തവൻ്റെ ഒക്കൽ നിന്ന് ഉണ്ടാകല് ലൈസ മൗളു അല്ലേ അതിലിമി, അത് ഇൽമിൻ്റെ മൗളു അല്ല. ചില ഉസ്താദ്മാർ മദ്രസയിലെ കുട്ടിയേക്ക് പ്രസംഗം എഴുതി കൊടുക്കും. ആ കുട്ടി സ്റ്റേജിന്മേൽ കയറിയിട്ട് അടിച്ച് പൊളിച്ച് പറഞ്ഞു. ആ കുട്ടീൻ്റെ പ്രസംഗം നല്ല ബലീഗാണ്, അത് ഒക്കെയാണ്, സാന്ദർഭികമാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ കുട്ടിക്ക് മലക്കല്ല. കുട്ടിക്ക് എന്തേ ഉള്ളൂ? ഉസ്താദ് ഏരിയ എന്ന് കാണാൻ പഠിച്ചാൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതേ സ്ഥലത്ത് വേറൊരു കുട്ടി എന്ത് ചെയ്ത് സ്വയം ഉണ്ടാക്കി പ്രസംഗിച്ചാൽ നമ്മൾ എന്താ പറയും? ആ കുട്ടിക്ക് മലക്കുണ്ട് അറിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതുണ്ടാകണം? ആ മലക്ക വേണം, അല്ല താബീർ ഉണ്ടായാൽ പോരാ. താബീർ ഈ പിന്നെ 2ാം ക്ലാസ്സിൽ പ്രസംഗിക്കണ കാണാൻ പഠിച്ച് പറഞ്ഞ കുട്ടിക്ക് എന്തുണ്ടാവും? താബീർ ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ പിന്നെ ഇനി ബലീഗായ കലാം കാരണം എന്താണ്? വായിച്ച് വൽ കലാമുൽ ബലീഗോ, മുഖത്തസൊക്കെ ഒന്നും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ബലീഗായ കലാം കാരണം ഇബാറത്തിൽ പറയപ്പെടുന്നതാണ് മുത്താബക്കത്തിൽ കലാമിൽ ഫസീഹിൽ മുഖ്തൽ ഹാൽ. കലാമ് ഫസീഹായി കഴിഞ്ഞിട്ട് പിന്നെ അത് മുഖ്തലിനോട് ചോദിച്ചാൽ എന്ത് പറയും? ഫസീഹാവണമെങ്കിൽ എന്തൊക്കെ വേണമെന്നല്ല മുഖ്തസർ മുഖത്തിമീന്തിനെ പഠിച്ചേണ്ടി വരും. കലാം ഫസീഹാവണമെങ്കിൽ. ഫസീഹായിട്ട് പിന്നെ സന്ദർഭത്തിനോട് ഒത്തം എന്താ പറയും? ബലീഗ് അറിയും. അപ്പം എന്ത് മനസ്സിലായി? ഫൗലിമ, അപ്പോൾ അറിയപ്പെട്ടു അന്ന നിസ്ബത്ത ബൈന ഫസീഹുൽ ബലീഗ് മുത്തലക്കൻ, ഫസീഹിൻ്റെ ബലീഗിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ബന്ധം ഉമൂസ മുത്തലക്കയാണ്. ഇൻസാനും ഹൈവാൻ്റെയും മാതിരി. എല്ലാ ഇൻസാനും ഹൈവാനാണ്, ഹൈവാനൊക്കെ പാട് ഇൻസാനല്ലല്ലോ, ആണോ? എല്ലാ ഇൻസാനും ഹൈവാനാണ്, ഹൈവാനൊക്കെ പാടെന്നല്ല, ഇൻസാനല്ല, ഉമൂസ മുത്തലക്കല്ലേ എന്നതുപോലെ എല്ലാ ബലീഗും ഫസീഹാണ്. ഈ കാര്യം ഫസീഹൊക്കെ പാടെന്താവില്ല, ബലീഗാവൂല. വാക്യത വായിച്ചു നോക്കി. കൗനി ഫസാഹത്തി മൗഖൂദത്തൻ ഫി തരീഫിൽ ബലാഗ, കാരണം ബലാഗത്തെ തരീഫിൽ ഫസാഹത്ത് മൗഖൂദത്താണ്. കാരണം ഫസീഹായിട്ട് പിന്നെ മുതൽ യോജിക്കലേ എന്താവുള്ളൂ? കലാമു ബലീഗാവുള്ളൂ. അപ്പോൾ എല്ലാ ബലീഗും ഫസീഹാണോ? അത് നിർബന്ധമാണ്. ഇപ്പോൾ കുല്ലു ബലീഗും ഫസീഹ്, എല്ലാ ബലീഗും ഫസീഹാണ്. വലൈസ കുല്ലു ഫസീഹും ബലീഗൻ, എല്ലാ ഫസീഹും ബലീഗാവില്ല. തനാഫുൽ ഉറൂഫിനെ തൊട്ടും മറ്റൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കലാമു ഫസീഹാവും. പക്ഷേ സന്ദർഭത്തിനല്ല, ഒപ്പിച്ചല്ല പറഞ്ഞോളി. നമ്മളെന്താ പറയും? കലാം ഫസീഹാണ്, ബലീഗായിട്ടില്ല അറിയും. ഇനി ജവാദെ യക്കൂന കലാമുൽ ഫസീഹു, ചിലപ്പോൾ ഫസീഹ കലാമാകാം. വൈറ മുത്താബിക്കലിമ എത്തതിൽ ഹാലു, സന്ദർഭം തീർന്നതിന് ഒക്കാതിരുന്നേക്കാം. അവളെന്തു അറിയും? കലാം ബലീഗായിട്ടില്ല, ഫസീഹായിന്ന് അറിയും. ആ വിഷയം മാറി. ഇനി വായിച്ചു വയൻഹസിറു ഇൽമുൽ മആനി മുൻഹസിറാണ്, ക്ലിപ്തമാണ് ഇവിടെ. ഫീ സമാനിയത്തി അബ്വാബിന്, 8 ബാബിൽ. 1ാം ബാബ് 2ാം ബാബ് ഇങ്ങനെ പോയിട്ട് 8 ബാബാണ് തീരുമ്പോൾ ഏതാണ് തീരും? ഇൽമുൽ മആനിയാണ് തീരും. അതാണ് ഇൻഹിസാറൽ കുല്ലി ഫിൽ അജ്സാ, കുല്ല് ജുസുക്കളിൽ മുൻഹസറാവും പോലെയാണ്. ഏതുപോലെയല്ല? കൻഹിസാരിൽ ഏതുപോലെ? കൻഹിസാരിൽ അശറത്തി ഫി അഹാദിഹ, 10 അതിൻ്റെ ഒറ്റയിൽ മുൻഹസറാവും പോലെ. 10 1 കൂടുമ്പോൾ 10 ആവൂലേ? 1 1 1 1 1 10 കൂടുമ്പോൾ 10 10 എന്നപോലെ ഈ 8 ബാബ് കൂടി കൂടുമ്പോഴേ എന്താവുള്ളൂ? ഇൽമുൽ മാനി ആവുള്ളൂ. അല്ല ഒരു ബാബ് മാത്രം എന്താ പറയുക? ഇൽമുൽ മാനി എന്ന് പറയില്ല. 8 കൂടി കൂടുമ്പോഴേ എന്താവുള്ളൂ? ഇൽമുൽ മാനി ആവുള്ളൂ. ഇവർ മേശയാവണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ കാലും അതിൻ്റെ മുകളിലത്തെ പലകയും ഒക്കെപാടെ കൂടുമ്പോഴേ എന്താവുള്ളൂ? മേശയാവുള്ളൂ. ഒരു കാല് മാത്രത്ത് കാണും, മേശയാണെന്ന് അറിയില്ലല്ലോ. അതാ വേഷം പറഞ്ഞോ? അല്ല അല്ലാ കഹസിരി കുല്ലി ഫി ജുസ്ഇയാത്തിഹി, കുല്ലി ജുസ്ഇയാത്തും നസറാവും പോലെയല്ല. ഇപ്പം ഇൻസാൻ കുല്ലിയ, സെയ്ദ് ജുസിയ. സെയ്ദിനെ പറ്റി നമുക്ക് ഇൻസാൻ അറിഞ്ഞൂടെ? അമ്പറിനെ പറ്റി ഇൻസാൻ അറിഞ്ഞൂടെ? അതേ സ്ഥിതി കയ്യിനെ പറ്റി മാത്രം എന്താ അറിയില്ല? ഇൻസാൻ അറിയില്ലല്ലോ. അപ്പോൾ ജുസ്ഉം ജുസ്ഇയും മാറ്റണ്ട്, കുല്ലിയും മാറ്റണ്ട്. ഇവിടെ ഇപ്പോൾ ചർച്ച കുല്ലിൽ ജുസുക്കൾ മുന്നസറാൻ പോലെ, അഥവാ ഈ 8 എണ്ണത്തിൽ മുന്നസറാണ്. ഏതുപോലെ? ഒരു അടിമക്കട് കയ്യുണ്ട്, കാലും ഉണ്ട്, ഓൻ്റെ മുഖമുണ്ട്, എല്ലാ അജിതാവും കൂടുമ്പോഴാണ് എന്തായി മാറുക? ഒരു മനുഷ്യനായി, ഒരു അബിതായി മാറുക. എന്ന പോലെയാണ് ഇത് 8 ബാബു മുന്നസറാണത്. ഈ 8 ബാബു കൂടി കൂടുമ്പോൾ എന്താവും? ഇൽമുൽ മാനിയായി മാറും. അല്ലാതെ ഒരു ബാബുവിനെ പറ്റി മാത്രം എന്താ അറിയില്ല, ഇൽമുൽ മാനിന്ന് പറയില്ല.